എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഡ്വക്കേറ്റ് മനു കാഞ്ഞങ്ങാട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു പ്രമുഖമായ ബസ് സ്റ്റാൻഡിലാണ്. ഈ ബസ് സ്റ്റാൻഡ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ എന്താ പറയണ്ടേ, വല്ലാത്തൊരു വികാരം തോന്നുന്നു. കാരണം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബസ് സ്റ്റാൻഡ് നമ്മൾ പൊതുവെ കാണാറില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് പുതിയ ബസ് സ്റ്റാൻഡുകൾ ഉണ്ടാവാറ്. ഈ ബസ് സ്റ്റാൻഡ് വളരെയധികം മനോഹരവും ടൈൽസ് ഇട്ട് വളരെ ഗ്രാനൈറ്റ് ആണെന്ന് തോന്നിയിട്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ഇട്ട് അടിപൊളി ബസ് സ്റ്റാൻഡാണ്. മുകളിൽ ബസ് വന്ന് പാർക്ക് ചെയ്ത് അതിലൂടെ നമ്മൾ താഴെ ലിഫ്റ്റിൽ വന്നിറങ്ങി താഴെ ഉള്ള ബസ് ഏതൊക്കെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലുള്ളത് ആ ബസ്സുകളിലേക്ക് നമുക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ ATMസിൻ്റെ ലഭ്യതയുണ്ട്. റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ ചായക്കടകൾ എല്ലാം നിരവധിയുണ്ട്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ, മുട്ടായി ഷോപ്പ്, അതുപോലെ ടെക്സ്റ്റൈൽ ഷോപ്പ് എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുമുണ്ട്. അതുമാത്രമല്ല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ജെൻസ് ആൻഡ് ലേഡീസ് ഫ്രീ ടോയ്ലറ്റ്സ്, ഒന്നും പറയണ്ട. അമേസിംഗ് ആണ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഈ ബസ് സ്റ്റാൻഡ് എപ്പോഴും ക്ലീൻ ചെയ്യാനൊരു 10-35 സ്റ്റാഫുകളോളം ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ കള്ളന്മാരുടെ ശല്യം എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരു കള്ളൻ മാല പൊട്ടിച്ചോടി പോവുകയുണ്ടായി. കാരണം CCTV ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടുമായിരിക്കും പ്രതീക്ഷിക്കാം. പക്ഷേ ബസ് സ്റ്റാൻഡിൻ്റെ അപൂർവ ഭംഗിയാണ് ഇത് ഒരു തമിഴ്നാട്ടിലെ ബസ് സ്റ്റാൻഡ് തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. എയർപോർട്ടിൽ നിന്ന് സ്ഥാപിതമായ രീതിയിൽ എല്ലാ രീതിയിലും ഉള്ള ബസ് സ്റ്റാൻഡ്. അപ്പോൾ ബസ് സ്റ്റാൻഡ് വരുന്നവർ നല്ല എന്താ പറയണ്ടേ, അടിഞ്ഞൊഴിഞ്ഞ് വരാതിരിക്കുക, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഭംഗി കണ്ടിരിക്കുന്ന ആൾക്കാർ പലതും മറന്നുപോകും. അതുപോലെയുള്ള സൗകര്യങ്ങളാണ് ബസ് സ്റ്റാൻഡിലുള്ളത്. ഓരോരോ സെക്ടറിലേക്ക് ഓരോരോ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ സിറ്റി ബസ്സുകളെല്ലാം വന്ന് മുകളിലാണ് പാർക്ക് ചെയ്യുന്നത്. ആ മുകളിൽ പാർക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ താഴോട്ട് വന്നിറങ്ങാം. അതിന് എസ്കലേറ്ററുകളുണ്ട്, ലിഫ്റ്റ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും, സ്റ്റെപ്സ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറയാം. ഒരു ബസ് സ്റ്റാൻഡിന് വേണ്ട എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുമുണ്ട്. ഇതുപോലെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ പ്രൈവറ്റിനും KSRTCക്കും ഒരേ ബസ് സ്റ്റാൻഡാണ്. ഇതൊക്കെ നമ്മൾ കേരളത്തിൽ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ഇത് നടന്നു കഴിഞ്ഞു. ഇത് പ്രമുഖമായ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡാണ്. ട്രിച്ചി റെയിൽവേ സ്റ്റേഷന് ഏകദേശം 7 കിലോമീറ്ററോളം ദൂരെയാണ് ഈ ബസ് സ്റ്റാൻഡ്. ട്രിച്ചി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ ട്രിച്ചി പഴയ ബസ് സ്റ്റാൻഡ് നിലവിലുണ്ട്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. എന്താ പറയുക, ആയിരക്കണക്കിന് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇതിൻ്റെ സറൗണ്ടിങ്സിലുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്കത് നേരിട്ട് വന്ന് കണ്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എയർപോർട്ടിലൊക്കെ പോയി ഇരിക്കുന്ന ആ ഒരു സൗകര്യം ഈ ബസ് സ്റ്റാൻഡിലുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. എന്നാലും തമിഴ്നാട് ഇത്രയധികം വികസിച്ചത് വളരെയധികം എന്താ പറയണ്ടേ, ഒരു സന്തോഷം തോന്നുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.